ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു റൈസ് എഡ്യൂക്കേഷൻ. അപ്പോൾ പാറ്റേൺ മാറി വരാൻ സാധ്യതയുള്ള NCERTയിലെ 10 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സപ്പോസ് എക്സാം അങ്ങനെ ടഫ് ആവുകയാണെങ്കിൽ ഈ 10 ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങളുടെ A+ നിർണ്ണയിക്കുക. ഓക്കെ, ഇത് പഠിച്ചേ പോകാവുള്ളൂ. ഓക്കെ, യെസ്. അപ്പം സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ നോർമലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ത്രഷോൾഡ് എനർജി, ത്രഷോൾഡ് ഫ്രീക്വൻസി, അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂമറിക്കൽസ് ചോദിക്കാറുണ്ട്. ഇവിടെ ത്രഷോൾഡ് ഫ്രീക്വൻസി അഥവാ ന്യൂ സീറോ തന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ത്രഷോൾഡ് ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്, വന്നു വീഴുന്ന ലൈറ്റിലെ ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്താ നമുക്കറിയാം. ഒരു മെറ്റൽ സർഫസിൽ ലൈറ്റ് വന്ന് ഹിറ്റ് ചെയ്താൽ ഇലക്ട്രോണുകൾ ഇജക്ട് ചെയ്യും. ആ വരുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസിയെ ന്യൂ എന്നും ഇജക്ട് ചെയ്യാൻ ആവശ്യമായ എനർജി, മിനിമം എനർജിയെ ത്രഷോൾഡ് ഫ്രീക്വൻസി എന്ന് വിളിക്കും. കൈനറ്റിക് എനർജി കാണാനാണ് കൈനറ്റിക് എനർജി KE കാണാനുള്ള ഇക്വേഷൻ. KE കാണാനുള്ള ഇക്വേഷൻ എന്താ മക്കൾ പറഞ്ഞേ? ഏതാണ് KE കാണാനുള്ള ഇക്വേഷൻ? KE = hν - hν0 ആണ്. hν - hν0. H എന്താണെന്ന് നിങ്ങൾക്കറിയാം. H എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ H കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുക. H = ന്യൂ മൈനസ് ന്യൂ സീറോ എന്ന് എടുക്കുക. ന്യൂ മൈനസ് ന്യൂ സീറോ. H ഇതാ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ 6.626 × 10 - 34 ആണെന്ന് അറിയാലോ. ന്യൂ എന്താ? ന്യൂ നിങ്ങൾക്കറിയാം. ന്യൂ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയാണ് 1 × 10⁻15 ആണ്. 1 × 10⁻15 മൈനസ് ന്യൂ സീറോ ത്രഷോൾഡ് ഫ്രീക്വൻസി. ന്യൂ സീറോ എന്ന് പറഞ്ഞാൽ ത്രഷോൾഡ് ഫ്രീക്വൻസി 7 × 10⁻14 ആണ്. ക്ലിയർ അല്ലേ? യെസ്. അപ്പം ഇതായിരിക്കും കൈനറ്റിക് എനർജി കാണുക. റെഡി അല്ലേ? ഇത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇത്രയും ജൂളായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ എനർജി അസോസിയേറ്റഡ് വിത്ത് ഫസ്റ്റ് ഓർബിറ്റ് ഓഫ് He+. He+ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ലൈക്ക് ആണ്. ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് എന്ന് പറയും. ഹൈഡ്രജൻ ലൈക്ക് എന്നാണ് ഒരേ ഇലക്ട്രോൺ മാത്രമല്ല. ഹീലിയത്തിൽ 2 അറ്റോമിക് നമ്പർ. He+ന്റെ കേസിൽ He+ എന്ന് പറഞ്ഞാൽ അതിന് വാലൻസ് ഷെല്ലിൽ നിന്നും ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. സോ ഇറ്റ് ഈസ് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷ്യസ്. ക്ലിയർ അല്ലേ? എനർജി കാണാനുള്ള ഇക്വേഷൻ മക്കൾ നോക്കിയോ. ആറ്റത്തിന്റെ ഓർബിറ്റൽ, ബോർ ഓർബിറ്റിൽ ഇലക്ട്രോണുകളുടെ എനർജി കാണാനുള്ള ഇക്വേഷൻ മൈനസ് 2.18 × 10⁻18 Z²/n² എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. Z²/n² ജൂൾ പെർ ആറ്റം ആണ് എനർജി കാണാനുള്ള ഇക്വേഷൻ. ജൂൾ പെർ ആറ്റം, ദാറ്റ് ഈസ് -2.18 × 10⁻18 എടുക്കുക. Z² എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ ആണെന്ന് ഓർമ്മിക്കുക. Z എന്താ? അറ്റോമിക് നമ്പർ. ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ 2 ആണ്. സോ 2² ആണ് /1². അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ സാറേ 1² വന്നത്? അതായത് He+ എന്ന് പറഞ്ഞാൽ അതിൽ ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. ആ ഒരു ഇലക്ട്രോൺ ഫസ്റ്റ് ഓർബിറ്റിലാണ് ഉണ്ടാവുക. സോ നമ്പർ ഓഫ് ഓർബിറ്റ് എത്രയാ? 1 ആയിരിക്കും. ജൂൾ പെർ ആറ്റം ആണ്. ജൂൾ പെർ ആറ്റം. ക്ലിയർ അല്ലേ? യെസ്. വാട്ട് ഈസ് ദ റേഡിയസ്? റേഡിയസ് കൂടി കാണണം. റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ Rn = 0.53 × n² ആംസ്ട്രോങ് ആണ്. n² ആംസ്ട്രോങ്. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഓർബിറ്റ് ആണ്. നമുക്കറിയാം 0.53 × 1² ആണ്. 1². n ഈസ് 1². കാരണം ഒന്നാമത്തെ ഓർബിറ്റ് He+ൽ ഒരേ ഇലക്ട്രോണേ ഉള്ളൂ. ആ ഒരു ഇലക്ട്രോൺ ഒന്നാമത്തെ ഓർബിറ്റിലാണുള്ളത്. അറ്റോമിക് നമ്പർ Z ആണ്. Z2 ആണ്. ഇത്രയും ആംസ്ട്രോങ് ആയിരിക്കും. ക്ലിയർ അല്ലേ? യെസ്. അത് നാനോമീറ്ററിലൊക്കെ ആൻസർ പറയാം. ഓക്കെ, അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ. Which of the following have most electron gain enthalpy and least electron gain enthalpy എന്നുള്ള ഇവിടെ കൊടുത്തിരിക്കുന്ന എലമെന്റ് ഫോസ്ഫറസ്, സൾഫർ, ഫ്ലൂറിന്. ഇതിൽ ഏറ്റവും കൂടിയ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി ക്ലോറിനാണ്. മോസ്റ്റ് നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി ക്ലോറിനാണെങ്കിൽ ലീസ്റ്റ് നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി ഫോസ്ഫറസിനാണ്. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുക ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് പോകും തോറും ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി കൂടുന്നു എന്നാണ് പറയാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഫ്ലൂറിനല്ലേ വരേണ്ടത്? ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് പോകുന്നതിന് ഫ്ലൂറിനാണ് ലാസ്റ്റ് ഉള്ളത്. സോ ഫ്ലൂറിനാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുക. ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി കൂടുതൽ എക്സ്പെക്ട് ചെയ്യുക ഫ്ലൂറിനാണ്. പക്ഷേ ക്ലോറിനാണ്. എന്താ കാര്യം എന്നാൽ ഫ്ലൂറിന് സ്മോൾ സൈസ് ആയത് കാരണം ഇന്നർ ഇലക്ട്രോൺ റിപ്പൾഷൻ, ഇലക്ട്രോണുകളും തമ്മിൽ റിപ്പൾഷൻ ഉണ്ടാവും. എഡിഷൻ ഓഫ് ഇലക്ട്രോൺ ബിക്കം ഡിഫിക്കൽട്ട്. അത് ഫ്ലൂറിലേക്ക് ഒരു ഇലക്ട്രോണിനെ ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തായി മാറും? ഡിഫിക്കൽട്ടായി മാറും. പക്ഷേ ക്ലോറിൻ്റെ കേസിൽ കുറച്ചുകൂടി ബിഗർ സൈസാണ്. ഇലക്ട്രോൺ ആഡ് ചെയ്യുന്നാൽ കമ്പാരിറ്റീവ്ലി എന്താണ്? ഈസിയാണ്. സോ ആർക്കാണ് മോസ്റ്റ് ഇലക്ട്രോൺ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി ക്ലോറിനാണ്. ലീസ്റ്റ് നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി ഫോസ്ഫറസിനാണ്. ഓക്കെ, ആൻസർ ഇവിടെ ഉണ്ട്. ഓക്കെ, although the geometries of ammonia and H2O molecules are distorted tetrahedral, the bond angle in water is less than that of ammonia. രണ്ട് പേരുടെയും, അമോണിയ ആയാലും വാട്ടർ മോളിക്യൂളിൻ്റെയും രണ്ടിൻ്റെയും ഷേപ്പ് ഡിസ്റ്റോർട്ടഡ് ടെട്രാഹൈഡൽ ഷേപ്പാണ്. പക്ഷേ ബോണ്ട് ആംഗിൾ വാട്ടറിന് കുറവാണ്. ആരെക്കാളും? അമോണിയനേക്കാളും. കാരണം അപ്പോൾ വാട്ടറിൻ്റെ കേസ് നോക്കിയോ. വാട്ടറിൻ്റെ കേസ് ആണെങ്കിൽ വാട്ടറിൻ്റെ കേസ് സെൻട്രൽ ആറ്റം ഓക്സിജൻ ആണ്.
ക്ലിയർ അല്ലേ? സെൻട്രൽ ആറ്റം ഓക്സിജൻ ആയതുകൊണ്ട് മോളിക്യൂളിന്റെ ഷേപ്പ് ബെൻഡ് ഷേപ്പാണ്, ബെൻഡ് ഷേപ്പ്. ഡിസ്റ്റോർട്ടഡ് ടെട്രാഹീഡ്രൽ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റോർട്ടഡ് ടെട്രാ, സാധാരണ 4 പേരാണെങ്കിൽ ടെട്രാഹീഡ്രൽ ഉണ്ടാവുക, 4 പേരാണെങ്കിൽ ടെട്രാഹീഡ്രൽ. പക്ഷേ 2 ലോൺ പെയർ വന്നപ്പോൾ എന്തായി മാറി? അതിന് ടെട്രാഹീഡ്രൽ ഷേപ്പ് എന്ന് മാറിയിട്ട് ബെൻഡിലേക്ക് വന്നു. അമോണിയയുടെ ഷേപ്പ് പിരമിഡൽ ഷേപ്പാണ്. അമോണിയയുടെ ഷേപ്പ് പിരമിഡൽ ഷേപ്പാണ്, പിരമിഡൽ ഷേപ്പ്. യെസ്. ഇവിടെയുള്ള ബോണ്ട് ആംഗിൾ മക്കൾ നോക്കുകയാണെങ്കിൽ ഇവിടെയുള്ള ബോണ്ട് ആംഗിൾ വരുന്നത് 104.5 ഡിഗ്രി ആണെങ്കിൽ ഇവിടെയുള്ള ബോണ്ട് ആംഗിൾ വരിക 107 ഡിഗ്രിയാണ്, 107 ഡിഗ്രി. അതായത് വാട്ടറിന് ബോണ്ട് ആംഗിൾ കുറവാണെന്ന്. വാട്ടറിന് ബോണ്ട് ആംഗിൾ കുറയാൻ കാരണം ഒറ്റ റീസൺ ആണ്. ഇവിടെ ലോൺ പെയർ റിപ്പൾഷൻ ആണ്. ഇവിടെ ലോൺ പെയർ റിപ്പൾഷൻ ഉണ്ട്, ലോൺ പെയർ. പക്ഷേ ഇവിടെ ഉള്ളത് ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൾഷൻ ആണ്, ലോൺ പെയർ ബോണ്ട് പെയർ. അല്ലാതെ റിപ്പൾഷൻ ഇവിടെ ഉണ്ട്, പക്ഷേ ഡൊമിനേറ്റ് ചെയ്യുന്നത് ലോൺ പെയർ റിപ്പൾഷൻ ആണ്. അത് കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. ആരെക്കാളും? ലോൺ പെയർ ബോണ്ട് പെയറിനേക്കാളും. 2 ലോൺ പെയറുകൾ തമ്മിലുള്ള റിപ്പൾഷൻ കൂടുതലാണ്. ആരെക്കാളും? ഒരു ലോൺ പെയറും ബോണ്ട് പെയറും തമ്മിലുള്ളതിനേക്കാൾ. സോ ബോണ്ട് ആംഗിൾ വാട്ടറിന് കുറയും. ക്ലിയർ ആണ്? യെസ്. ഓക്കെ. ബെൻസീൻ ഓക്സിജനിൽ ബേൺ ചെയ്യുക. ബെൻസീൻ ഓക്സിജനിൽ ബേൺ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉണ്ടാകുന്ന റിയാക്ഷൻ ഒരുപാട് തവണ തെർമോഡൈനാമിക്സിൽ റിപ്പീറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ബെൻസീൻ ഓക്സിജനിൽ ബേൺ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉണ്ടാകുന്ന റിയാക്ഷൻ, അതിൽ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ബെൻസീൻ കാണാൻ പറഞ്ഞിരിക്കുകയാണ്. ഇതാണ് ക്വസ്റ്റ്യൻ. ബെൻസീൻ ഓക്സിജനിൽ ബേൺ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉണ്ടാകുന്നു, അതിന് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ കാണണം. ബെൻസീൻ്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ കാണണം. എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ അവർ തന്നിട്ടുണ്ട്. എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ബെൻസീൻ ഓക്സിജനിൽ ബേൺ ചെയ്യുന്ന സമയത്തുള്ള എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ 3267 കിലോ ജൂൾ പെർ മോള. മൈനസ് സൈൻ അവർ തരൂല, പ്ലസ് തരുള്ളൂ. എന്താ കാര്യം? കമ്പേഴ്ഷൻ ആണ്. കമ്പേഴ്ഷൻ എന്ന് പറഞ്ഞാൽ നീ മനസ്സിലാക്കണം, അവിടെ എന്താ മൈനസ് സൈൻ ഉണ്ട്. സോ 3267 അതിൻ്റെ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ അറിയാമെങ്കിൽ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ നമുക്ക് കാണാൻ പറ്റും. എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു സം ഓഫ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്റ്റ് മൈനസ് സം ഓഫ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്ടന്റ് എന്നുള്ള ഇക്വേഷൻ ചെയ്താൽ മതി. ഇവിടെ പ്രോഡക്റ്റുകൾ ആരൊക്കെയാ? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ് പ്രോഡക്റ്റ്. സോ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇതാ, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് വാട്ടർ എഴുതി. സം ഓഫ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്ട്സ്, ഇതാണ് സം ഓഫ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്ട്സ്. എവിടെ ആരൊക്കെയാ പ്രോഡക്റ്റുകൾ? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും. 6 into CO2 plus 3 into H2 എഴുതി. ഇനി എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്ടന്റ്, ഇതാണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്ടന്റ്. ഏതൊക്കെയാ റിയാക്ടന്റ്? ബെൻസീനും ഓക്സിജനും. എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ നമുക്കറിയാം. ഇതാണ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. എത്രയാ? 3267 ആണ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. ഈക്വൽ ടു 6 into എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് -393.5 ആണ്, പ്ലസ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് വാട്ടർ 3 into -285.8 ആണ്. 285.8 പ്രോഡക്ട്സ് കഴിഞ്ഞു. ക്ലിയർ അല്ലേ? ഇനി മൈനസ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഓഫ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ബെൻസീൻ, അത് നമുക്കറിയത്തില്ല. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ബെൻസീൻ നമുക്കറിയത്തില്ല. ഒരു ബ്രാക്കറ്റ് ഇട്ടേക്ക്, പ്ലസ് 0 ഇടാൻ കാരണം എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് എൻ എലമെന്റ് ഇൻ ഇറ്റ്സ് എലമെന്ററി സ്റ്റേറ്റ് ഈസ് 0. O2ന്റെ N2ന്റെ Cl2ന്റെ Br2ന്റെ I2ന്റെ ഒക്കെ എന്തായിരിക്കും? എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ 0 ആയിരിക്കും. നേരെ ഈ ഭാഗം എന്ത് ചെയ്യുക? ഈ വാല്യൂ ഇവിടെ എടുത്ത് എഴുതുക. അപ്പം ഡെൽറ്റ H0F ബെൻസീൻ, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ബെൻസീൻ എത്ര എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഇതാ 6 into -393.5 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, പ്ലസ് 393.5 പ്ലസ് 3 into -285.8 പ്രോഡക്ട്സ് കഴിഞ്ഞു. മൈനസ് ഇവിടെയുള്ള മൈനസ് ഇവിടെ വന്നാൽ പ്ലസ് ആയി മാറി. 3267 കിലോ ജൂൾ പെർ മോൾ. ക്ലിയർ അല്ലേ? ഇത്രയും വാല്യൂ, ഇത്രയും കിലോ ജൂൾ പെർ മോൾ ആയിരിക്കും വാല്യൂ കിട്ടുക. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ. ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. എന്ത് കാണണം? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കാണണം. ഇക്വിലിബ്രിയം എന്താണ് ഇക്വേഷൻ? N2 plus 3H2. N2 plus 3H2 gives 2NH3 എന്നുള്ളതാണ് ഇക്വേഷൻ. 2NH3 എന്നുള്ളതാണ് ഇക്വേഷൻ എങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ത് കാണാം? Kc നമുക്ക് കാണാം. Kc കാണാനുള്ള ഇക്വേഷൻ Kc is equal to concentration of NH3 square divided by concentration of N2 into concentration of
H2³ ആണ്. ഇവിടെയുള്ള അമോണിയയുടെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. അമോണിയയുടെ കോൺസെൻട്രേഷൻ എത്ര? 1.2 × 10⁻². 1.2 × 10⁻² ആണെന്ന് നമുക്കറിയാം. 10⁻² ഇൻറ്റു സ്ക്വയർ ഡിവൈഡ് ബൈ N2ൻ്റെ കോൺസെൻട്രേഷൻ അവർ തന്നിട്ടുണ്ട്. N2ൻ്റെ കോൺസെൻട്രേഷൻ 1.5 × 10⁻² ആണ്. 1.5 × 10⁻² ആണ്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. H2ൻ്റെ കോൺസെൻട്രേഷൻ അവർ തന്നിട്ടുണ്ട് 3 × 10⁻² ആണ്. 3 × 10⁻² ഓൾ ക്യൂബ് ആണ്. ക്ലിയർ അല്ലേ മക്കൾ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊക്കെ ആൻസർ അവിടെ ഉണ്ട്. 1.2 × 10⁻², 1.5 × 10⁻². ഓക്കെ ആൻസർ ഉണ്ട്. അടുത്തത് അതാ സെൽഫ് ഓക്സിഡേഷനും റിഡക്ഷൻ ആണ്. ഇവിടെ നോക്കിക്കോ. Cu എന്തായി മാറാം? Cu2O Cu2S കമ്പനി Cu+SO2 ആയി മാറി. ഇതിൽ ഓക്സിഡൈസിങ് ഏജന്റും റെഡ്യൂസിങ് ഏജന്റും അനലൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മക്കൾ മനസ്സിലാക്കുക. കോപ്പറിന്റെ ഓക്സിഡേഷൻ നമ്പർ +1 നിന്ന് 0 ആയി മാറി. കോപ്പറിന്റെ ഓക്സിഡേഷൻ നമ്പർ +1 നിന്ന് എന്തായി മാറി? 0 ആയി മാറി. ക്ലിയർ അല്ലേ? സൾഫറിന്റെ ഓക്സിഡേഷൻ നമ്പർ -2 നിന്ന് എന്തായി മാറി? -2 നിന്ന് എന്തായി മാറി? +4 ആയി മാറി. ക്ലിയർ ആണ്? ക്ലിയർ ആണ്? കോപ്പറിന്റെ ഓക്സിഡേഷൻ നമ്പർ കോപ്പർ 1 നിന്ന് എന്തായി മാറി? 0 ആയി മാറി. ഈ 1 നിന്ന് 0 ആയി മാറുക എന്ന് പറഞ്ഞാൽ അത് റിഡക്ഷൻ ആണ്. എന്താ പറയുക? റിഡക്ഷൻ ആണ്. ഇത് ഓക്സിഡേഷൻ ആണ്. ഓക്സിഡേഷൻ -2 0 ആയി മാറുന്ന ഓക്സിഡേഷൻ. ക്ലിയർ അല്ലേ? അപ്പോൾ ആരാണോ റിഡക്ഷന് പോകുന്നത് അയാൾ ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ആരാണോ റിഡക്ഷന് പോകുന്നത് അയാൾ എന്താ? ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ആരാണോ ഓക്സിഡേഷന് പോകുന്നത് അയാൾ എന്താ? റെഡ്യൂസിങ് ഏജന്റ് ആണ്. അതായത് Cu2Sൽ സൾഫർ ആണ് എന്തിനു പോയത്? സൾഫർ എന്തിനു പോയിട്ടുണ്ട്? ഓക്സിഡേഷന് പോയിട്ടുണ്ട്. സൾഫർ ഓക്സിഡേഷന് പോയതുകൊണ്ട് സൾഫർ ആക്ട് ആസ് എ റെഡ്യൂസിങ് ഏജന്റ്. Cu2Sൽ സൾഫർ എന്തായിട്ട് ആക്ട് ചെയ്യും? റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യും. ക്ലിയർ അല്ലേ? Cu2O എന്താ? കോപ്പർ അണ്ടർഗോ റിഡക്ഷൻ. കോപ്പർ എന്തിനു പോയി? റിഡക്ഷന് പോയിട്ടുണ്ട്. സോ കോപ്പർ ആക്ട് ആസ് എ ഓക്സിഡൈസിങ് ഏജന്റ്. ക്ലിയർ അല്ലേ? ഓക്കെ. യെസ്. ഡ്യൂമാസ് മെത്തേഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. 0.3 gram ഓഫ് എൻ ഓർഗാനിക് കോമ്പൗണ്ട്. 0.3 gram ഓഫ് എൻ ഓർഗാനിക് കോമ്പൗണ്ട്. 0.3 gram ഓർഗാനിക് കോമ്പൗണ്ട് റിയാക്ട് ചെയ്തപ്പം 50 ml നൈട്രജൻ കളക്ട് ചെയ്തു at 300 Kelvin ടെമ്പറേച്ചർ ആൻഡ് 750 millimeter പ്രഷർ. അതായത് ഇവിടെ തന്നിരിക്കുന്നത് ഡ്യൂമാസ് മെത്തേഡിൽ നൈട്രജന്റെ പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. 28 ഡിവൈഡഡ് ബൈ 22,400 ഇൻറ്റു വോളിയം ഓഫ് N2 at STP. ഇത് ഓർമ്മിക്കുക. at STP സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഡിവൈഡ് ബൈ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഇൻറ്റു 100 ആണ്. ക്ലിയർ അല്ലേ? ഇവിടെ നിങ്ങൾക്ക് അറിയാം 28 അറിയാം. 28 ഓക്കെ. 28 തന്നെ. 22,400 അറിയാം. 22,400 അറിയാം. ഇൻറ്റു വോളിയം ഓഫ് N2 at STP എനിക്ക് അറിയത്തില്ല. അതവിടെ ഇടുക. ഇൻറ്റു 100. മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് അറിയാം. മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഗിവൺ ഡാറ്റയാണ് 0.3 gram ആണ്. അതായത് വോളിയം ഓഫ് N2 at STP എനിക്ക് അറിയത്തില്ല. വോളിയം ഓഫ് N2 at STP എനിക്ക് കാണണം. വോളിയം ഓഫ് N2 at STP എനിക്ക് കാണണമെങ്കിൽ തന്ന റീഡിംഗ് നോക്കിക്കോ. വോളിയം ഓഫ് N2 at STP എനിക്ക് കാണണമെങ്കിൽ തന്ന റീഡിംഗ് ഇതാണ്. V1 തന്നിട്ടുണ്ട്. V1 വോളിയം തന്നിട്ടുണ്ട് 50 ml ആണ്. 50 ml. അത് എത്ര ടെമ്പറേച്ചറാണ്? T1 തന്നിട്ടുണ്ട്. T1 ടെമ്പറേച്ചർ T1 എത്ര ടെമ്പറേച്ചറിലാണ്? 50 ml 300 Kelvin ആണ്. 300 Kelvin. പ്രഷർ P1 എത്രയാണെന്ന് വെച്ചാൽ 700 ആണ്. ഇവിടെ നോക്കിയാൽ 750 ആണ്. 715 ഇല്ല. 715 ഉണ്ടാവില്ല. 750 millimeter അവിടുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും 15 എന്ന് പറഞ്ഞാൽ അക്വസ് ടെൻഷൻ ആണ്. വാട്ടർ വേപ്പർ ഉണ്ടാക്കുന്ന പ്രഷറാണ് 15. അപ്പോൾ 715 ഉണ്ടാവില്ല. 715 - 15 700 millimeter മെർക്കുറി പ്രഷറാണ്. ക്ലിയർ അല്ലേ? മെർക്കുറി പ്രഷറാണ്. ഇനി P2 അറിയില്ല. STP ആണ്. ഇനി അടുത്ത കണ്ടീഷൻ STP ആണ്. STPയിലെ കണ്ടീഷൻ STP വെച്ചാൽ P2 എന്ന് പറഞ്ഞാൽ 1 atm ആണ്. STP എന്ന സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. 1 atm പ്രഷറും 760 millimeter മെർക്കുറി പ്രഷറും. 1 atm പ്രഷർ എത്ര? STP എന്ന സ്റ്റാൻഡേർഡ് കണ്ടീഷൻ 1 atm പ്രഷർ. P2 1 atm പ്രഷറാണ്. ടെമ്പറേച്ചർ T2 എത്ര? 273 Kelvin ആണ്. 273 Kelvin. ആ സമയത്തിൽ STPയിലെ വോളിയം കാണണം. V2 കാണണം. ആ വോളിയമാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. STPയിലെ വോളിയമാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അത് കാണാനുള്ള ഒരു ഇക്വേഷൻ ആണ് നമുക്ക് എന്ത് ചെയ്യുക? P1 ഇക്വേഷൻ. P1 V1 by T1 is equal to P2 V2 by T2 എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. P1 is equal to 700 ആണ് തന്നിരിക്കുന്നുണ്ട്. V1 തന്നിട്ടുണ്ട് 50 ml ആണ്. 50 ml. T1 ടെമ്പറേച്ചർ തന്നിട്ട് 273 ആണ്.
ടെമ്പറേച്ചർ എത്ര? ടെമ്പറേച്ചർ 300 കെൽവിൻ ആണ്. 300 കെൽവിൻ ക്ലിയർ ആണ്. P2 എന്ന് പറഞ്ഞാൽ 180 ആണ് STP കണ്ടീഷൻ. STPയിലെ വോളിയം നമുക്ക് അറിയത്തില്ല. വോളിയം ദാറ്റ് ഇസ് T2 is 273 കെൽവിൻ ആണ്. അങ്ങനെ വോളിയം കിട്ടിയാൽ നമുക്ക് കിട്ടിയതാ വോളിയം കിട്ടുന്ന വാല്യൂ ആണ് എത്രയാ? 41.9 ചെയ്ത് വെച്ചിട്ടുണ്ട്. വോളിയം V2 is equal to 41.9 കിട്ടി. 41.9 ആ 41.9 എന്ത് ചെയ്യുക? ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ കിട്ടും. ക്ലിയർ അല്ലേ? യെസ്. ദെൻ ഒരു റിയാക്ഷൻ തന്നെ ഹെക്സീനിലേക്ക് HBr ആഡ് ചെയ്യുക. ഹെക്സീനിലേക്ക് HBr ആഡ് ചെയ്യുക. പെറോക്സൈഡിന്റെ പ്രസൻസിലും ആബ്സെൻസ് ഓഫ് പെറോക്സൈഡും പ്രസൻസ് ഓഫ് പെറോക്സൈഡും. ഇപ്പോൾ ആബ്സെൻസ് ഓഫ് പെറോക്സൈഡ് ആണെങ്കിൽ ബ്രോമിൻ വരുന്ന എവിടേക്കും? ഡബിൾ ബോണ്ടഡ് കാർബണിൽ എവിടെയാണോ ഹൈഡ്രജൻ ആറ്റം കുറവുള്ള അവിടത്തേക്കാണ് ആര് വരിക? ബ്രോമിൻ വരിക. H വരുന്ന എവിടത്തേക്കും? H വരുന്നത് ഇവിടത്തിലേക്കായിരിക്കും. അപ്പോൾ കിട്ടുന്നത് ആബ്സെൻസ് ഓഫ് പെറോക്സൈഡിൽ CH3 CH2 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 CHBr CH3. ഇതിനെ വിളിക്കുന്ന പേരാണ് മാർക്കോണിക് ഓഫ് സ്ട്രോൾ. എന്താ വിളിക്കുക? മാർക്കോണിക് ഓഫ് സ്ട്രോൾ. നെഗറ്റീവ് പാർട്ട് വിൽ അറ്റാച്ച് കാർബൺ കണ്ടെയ്നിങ് ഹയർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഇനി പെറോക്സൈഡിന്റെ പ്രസൻസിൽ മക്കൾ നോക്കുക, പെറോക്സൈഡിന്റെ പ്രസൻസിൽ ഇവിടെ പെറോക്സൈഡിന്റെ പ്രസൻസിലാണെങ്കിൽ പ്രസൻസ് ഓഫ് പെറോക്സൈഡ് ഓർഗാനിക് പെറോക്സൈഡിന്റെ പ്രസൻസിലാണെങ്കിൽ ബെൻസൈൽ പെറോക്സൈഡ് പോലുള്ള ഓർഗാനിക് പെറോക്സൈഡിന്റെ പ്രസൻസിലാണെങ്കിൽ ബ്രോമിൻ അറ്റാച്ച് ചെയ്യുക ഹയർ നമ്പർ ഹൈഡ്രജനുള്ള സ്ഥലത്തായിരിക്കും. കിട്ടുന്ന പ്രോഡക്റ്റ് CH3 CH2 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 Br ആയിരിക്കും. ക്ലിയർ അല്ലേ? 2 4 6 2 4 6. ഇത് 2 ബ്രോമോ ഹെക്സേൻ ആണെങ്കിൽ അത് 1 ബ്രോമോ ഹെക്സേനാണ്. ഒന്ന് 2 ബ്രോമോ ഹെക്സേനും വന്ന് 1 ബ്രോമോ ഹെക്സേനും. ഇത് പെറോക്സൈഡിന്റെ പ്രസൻസ്. ഇതിനെ വിളിക്കുന്ന പേര് ആന്റി മാർക്കോണിക് ഓഫ് സ്ട്രോൾ. ഇത് വിളിക്കുന്ന പേര് മാർക്കോണിക് ഓഫ് സ്ട്രോൾ. റെഡി അല്ലേ? അപ്പോൾ ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള NCERTയിലെ പാറ്റേൺ ചേഞ്ച് ചെയ്ത് തരാൻ സാധ്യതയുള്ള 10 ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുക. മക്കൾ എന്ത് ചെയ്യുക? മക്കൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോന് താഴെ കമൻറ്റ് ചെയ്യണം. ക്ലിയർ അല്ലേ? അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ? അഥവാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ബൈ.